വേണ്ടി റിലീജിയസ് അജണ്ടയ്ക്ക് വേണ്ടിയിട്ട് കലയെ യൂസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര വിഷമമാണ് ഇങ്ങനെ എടുക്കുന്നത്. അതേപോലെ ഇത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു അവാർഡ് ഇത്രയും കോംപ്രമൈസ്ഡ് ആക്കുന്നത്, അതിലൊക്കെ എനിക്ക് ഭയങ്കര പ്രതിഷേധം തോന്നി അന്ന്. ഇത്രയും മോശം ഒരു സാധനത്തിന് കൊടുക്കുക, ഇത്രയും റോങ് ആയിട്ടുള്ള ഒരു മെസ്സേജ് പാസ് ചെയ്യുന്ന ഒരു സാധനത്തിന് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര മോശമായിട്ട് തോന്നി. നമ്മുടെ ദേവനന്ദ ഇട്ടിട്ടുണ്ടായിരുന്നു, അവർക്ക് വേണ്ട പോലെ, അതായത് ഒരു അവാർഡ് കൊടുക്കണം എന്ന് തോന്നുന്ന പോലെയുള്ള ഒരു സാധനം എനിക്കും പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. പാർവതി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് കേട്ടോ. പാർവതി ഏത് ലെവലിലാണ് നിൽക്കുന്നത് എന്നുള്ള എനിക്ക് തോന്നുന്നില്ല ഒരു ലാസ്റ്റ് 10 years മലയാള സിനിമയിൽ ഏതെങ്കിലും ആക്ട്രസ് ആ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടോ. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു പ്രയോഗമാണ് ഈ തള്ളെ. എന്ത് ചെയ്താലും അന്ത 4 പേര് അവർ സംസാരിച്ചുകൊണ്ടേയിരിക്കും. കാരണം നമ്മളെ ജീവിതത്തിൽ സമൂഹത്തിനുള്ള ഒരു പങ്കുമില്ല. ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് എനിക്കൊരു നല്ലൊരു ഹഗ് തരണം. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. ഓക്സിജൻ, ദ സ്മാർട്ട് ഫോൺ എക്സ്പെർട്ട്. ഇപ്പം റീസെന്റ് പാർവതിയുടെ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. ഭയങ്കര ഭംഗിയുള്ള ഫോട്ടോ കണ്ടിട്ട് നമ്മൾ കമന്റ് ബോക്സ് ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് കാണുന്ന കമന്റുകളാണ് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഒരു റോള് കിട്ടാനായിട്ട്. ഇത്തരം കമന്റ്സുകളാണ് കൂടുതൽ വരുന്നത്. വെരി അൺഫോർച്ചുനേറ്റ് എന്നേ ഞാൻ പറയുള്ളൂ. പാർവതി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് കേട്ടോ. പാർവതി ഏത് ലെവലിലാണ് നിൽക്കുന്നത് എന്നുള്ള എനിക്ക് തോന്നുന്നില്ല ഒരു ലാസ്റ്റ് 10 years മലയാള സിനിമയിൽ ഏതെങ്കിലും ആക്ട്രസ് ആ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടോ. വാട്ട് ഐ എം ട്രൈങ് ടു സേ ഇസ് ലൈക്ക് അവരെ സൈൻ ചെയ്യുന്ന പ്രൊഡക്ഷൻ കമ്പനീസ് ഏതാണ്, അവരുടെ വരാൻ പോകുന്ന പ്രൊജക്ട്സ് ഏതാണെന്നൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അവരുടെ അടുത്താണ് നമ്മൾ പോയിട്ട്, ഇപ്പം എൻ്റെ അടുത്ത് ആൾക്കാർ പറയുന്നത് ഓക്കെ എന്താണ് റോള് കിട്ടാൻ വേണ്ടി ഇത് സ്ഥിരം ഇതാണല്ലോ, അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്, റോള് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്, തുണി അഴിച്ച് തുടങ്ങിയല്ലേ, അവസരം കുറഞ്ഞു അല്ലേ, പണിയൊന്നും ഇല്ല അല്ലേ, ഇതേതായി സാധനം, ഇതൊക്കെ സ്ഥിരം വരുന്നത്. എൻ്റെ അടുത്ത് പറയുന്നത് ഓക്കെ, ലൈക്ക് ഐ എം നോട്ട് ലൈക്ക് ദ ബിഗ്ഗസ്റ്റ് സ്റ്റാർ. പക്ഷേ പാർവതി ഈസ് ദ ബിഗ്ഗസ്റ്റ് സ്റ്റാർ. അവരുടെ അടുത്ത് പോയിട്ട് അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫിയാണ്. ആൻഡ് ഐ ഫീൽ ഷി വാസ് വർക്കിംഗ് വെരി ഹാർഡ്, ലൈക്ക് യുനോ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ട് അവർ ജിമ്മിലൊക്കെ പോയി മേ ബി ഫോർ എ മൂവി ഓർ സംതിങ് അവർ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്ത് നമുക്ക് അത് തരുന്ന കോൺഫിഡൻസ് ഭയങ്കരമാണ്. നമ്മളെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഫോട്ടോയിൽ കാണുമ്പോൾ അത് തരുന്ന കോൺഫിഡൻസ് ഭയങ്കര വലുതാണ്. നമ്മളെ ബാക്കിയുള്ളവർ അപ്രിഷിയേറ്റ് ചെയ്യുമ്പോൾ ഐ എം എ പേഴ്സൺ ഹു വെരി സെൻസിറ്റീവ് ടു ക്രിറ്റിസിസം എന്ന് വെച്ചാൽ എനിക്ക് ക്രിയേറ്റീവോ അല്ലാത്തോ എനിക്ക് മനസ്സിലാവും. പക്ഷേ എനിക്കിങ്ങനെ ഒരാൾ തന്നെ എന്നോട് ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ അന്നത് ചെയ്തെന്ന് പറഞ്ഞാൽ ആ ദിവസം ഞാനിങ്ങനെ സന്തോഷമായിട്ട് അങ്ങനത്തെ ഒരാളാണ് ഞാൻ. തിരിച്ച് ഇങ്ങനെ അയ്യേന്ന് പറഞ്ഞാൽ അതും എഫക്റ്റ് ചെയ്യും കേട്ടോ. ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, ആലോചിച്ചിരിക്കും. പക്ഷെ ഞാൻ പറയണത് എനിക്കത് ആവശ്യമാണ്. ഒരാൾ നന്നായിട്ടുണ്ട്, നല്ല ആർട്ടാണ്, ഫീഡ്ബാക്ക് വേണം. ഞാനിപ്പം ഫോട്ടോഗ്രാഫിയിലൊക്കെ എനിക്കറിയാവുന്ന 1-2 ഭയങ്കര നല്ല ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. ഒന്ന് നമ്മുടെ പ്ലാൻ ബിയിൽ ഉള്ള ജിബിൻ ചേട്ടനെ എനിക്ക് ഏഷ്യാനെറ്റ് തൊട്ട് അറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുടെ ഒരു ഇത് ഞാൻ എടുക്കും, ഫീഡ്ബാക്ക് എടുക്കും. അപ്പോൾ പുള്ളിയൊക്കെ ഭയങ്കര അമേസ്ഡ് ആയിരുന്നു. ഈ ഫോട്ടോ കണ്ടു ഭയങ്കര നന്നായിട്ടുണ്ട്, ഭയങ്കര നന്നായി ചെയ്തിട്ടുണ്ട് എന്ന്. അപ്പം ദാറ്റ് ഈസ് വാട്ട് മാറ്റേഴ്സ് ടു മീ. അല്ലാതെ നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി താഴെ വന്ന് കമൻറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുമ്പോൾ എനിക്കതൊരു പ്രശ്നമേ അല്ല. നിങ്ങൾ വന്നിട്ടോ ഇത് ഹണി റോസ് ഇല്ല, അത് പറയുന്ന ആൾക്കാർക്ക് എൻ്റെ അടുത്ത് ഞാൻ ഒരു ഉത്തരം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ബിക്കോസ് അവർക്ക് അത്ര പോലുള്ള നമ്മൾ പറയില്ല, അത്ര പോലും അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പം അത് തെറ്റൊന്നല്ല. വേറെ ഇപ്പം എന്താ പറയുക, ഭയങ്കര ഒരു സ്പോർട്സിനെ പറ്റി സംസാരിച്ചാൽ ചിലപ്പോൾ എനിക്കും അത്ര വലിയ ധാരണ ഉണ്ടാവില്ല. സോ ഇറ്റ്സ് ഓക്കെ. ഈ ബോഡി തന്നെ ഭയങ്കര സ്റ്റീരിയോടൈപ്പിക്കലായിട്ടുള്ള ചിന്താഗതികൾ ഇപ്പോഴും ഉള്ള ആളുകളുണ്ട്. ഇപ്പോൾ മേ ബി ഒരു 0 സൈസായിട്ടുള്ള ഒരാൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്വിം സ്യൂട്ടോ ഒരു ബിക്കിനി ഫോട്ടോഷൂട്ടോ ഇട്ട് കഴിഞ്ഞാൽ വരുന്ന ഭയങ്കര പോസിറ്റീവ് കമൻസ് ആയിരിക്കും. നേരെ മറിച്ച് തൊട്ടിപ്പുറത്ത് ഒരു കർവി ആയിട്ടുള്ള ഒരാൾ, ഒരു പ്ലസ് സൈസ് ആയിട്ടുള്ള ഒരാൾ അതിട്ട് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര നെഗറ്റീവ് കമന്റ്. ഈ 2 ആൾക്കും സെയിം ഏജ് ആണെങ്കിൽ പോലും ഇപ്പുറത്ത് നിൽക്കുന്ന ആളെ മേ ബി തള്ളേന്നായിരിക്കും വിളിക്കുന്നത്. മനസ്സിലായി. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു പ്രയോഗമാണ് ഈ തള്ളെ. അതിപ്പോൾ ഞാൻ തള്ളയാണ്, ആസ് ഇൻ ലൈക്ക് ഐ എം എ മദർ. തള്ള എന്നുള്ളതുകൊണ്ട് മദർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഞാൻ എൻ്റെ ഉമ്മേനെ എൻ്റെ ലൈഫിൽ അങ്ങനെ വിളിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്കത് നോർമലൈസ് ചെയ്യുന്നത് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ കണ്ടിട്ടുണ്ട് പല പ്ലാറ്റ്ഫോംസും അത് നോർമലൈസ് ചെയ്യുന്നത്. ഈ പറഞ്ഞതുപോലെ
കുട്ടികളാണോ വലിയ അതൊന്നും നോട്ടമില്ല ശരിക്കും ലൈക്ക് ശരിക്കും മദറാണോ മദർ അല്ലേ എന്നൊന്നുള്ളതല്ല, അത് അധിക്ഷേപിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ്. അതെനിക്ക് ഭയങ്കര പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു വേർഡായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ എബൌട്ട് ബോഡി ഇപ്പം ഞാൻ കാണുന്നുണ്ട് ഒരുപാട് പേര് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ഈവൻ ഇഫ് ദേ ആർ കർവി ഈവൻ ഇഫ് ദേ ആർ അത് ഭയങ്കര പോസിറ്റീവ് ചേഞ്ച് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെ അത് കൊണ്ടുവരാൻ മീൻസ് ഇവിടുത്തെ ആളുകൾക്ക്, നമ്മുടെ മലയാളികൾക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടാനായിട്ട് എനിക്ക് തോന്നുന്നു അതിൽ വൺ ഓഫ് ദ ഫ്യൂ പീപ്പിൾ നോക്കുകയാണെങ്കിൽ യു ആർ ദെയർ. താങ്ക് യു. ഞാനൊരു ടീനേജർ ആയപ്പോഴേ ഞാൻ പറഞ്ഞില്ല, ഞാനിങ്ങനെ വളരെ പാമ്പേർഡ് ആയിട്ടുള്ള കുറച്ച് നേർഡായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. പുസ്തകം വായിക്കുക, സ്കൂളിൽ പോവുക, തിരിച്ചു വരിക. അപ്പോൾ ഞാൻ നല്ല വണ്ണം ഉണ്ടല്ലോ, അപ്പം ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് എന്താ പറയുക കുറച്ചും കൂടെ കഴിഞ്ഞാൽ വാതിൽ കൊള്ളില്ല, വാതിൽ മാറ്റേണ്ടി വരും, അങ്ങനത്തെ ഒക്കെ സാധനം. അപ്പോൾ ഞാൻ എന്നിട്ടിങ്ങനെ മറ്റേ യൂഷ്വൽ ചിരി ഇങ്ങനെ മുഖത്ത് വെച്ചിട്ടാന്ന് പറഞ്ഞിട്ടിരിക്കും. പക്ഷെ നമുക്ക് ഭയങ്കര വിഷമമായിട്ടുണ്ടാവും. പക്ഷെ ഞാൻ വിചാരിക്കും അന്ന് ആരെങ്കിലും ഇത് പറഞ്ഞു തരാനുണ്ടായിരുന്നെങ്കിൽ, ഓരോ മനുഷ്യൻ്റെയും ബോഡി ഡിഫറെൻ്റ് ആണെന്നും നമുക്ക് വേണമെങ്കിൽ അതിൽ ചേഞ്ചസ് വരുത്താമെന്നും നമ്മളെ ഹെൽത്താണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്നൊക്കെ എനിക്ക് പറഞ്ഞു തരാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, ആസ് ലോങ് ആസ് യുവർ ഹെൽത്ത് ഇറ്റ്സ് ഓക്കെ, അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കണം, അതൊന്നും എനിക്ക് ആ സമയത്ത് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ഇപ്പം ആരെങ്കിലും, പക്ഷേ ഞാൻ കേൾക്കണു, ഇപ്പം ഞാൻ വെൻ്റ് ഔട്ട് സെഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ കേൾക്കണു കുറേ കുട്ടികളൊക്കെ ഇപ്പോഴും ഒരു +2 പഠിക്കുന്ന കുട്ടികൾ സ്റ്റാർവ് ചെയ്യുന്നുണ്ട്. പല ആൾക്കാർക്കും എന്താ ഈ ബുലീമിയ അല്ലെങ്കിൽ അനറക്സിയ എന്നൊക്കെ പറഞ്ഞാൽ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഉണ്ട് എന്നൊക്കെ സ്കൂൾ അതിനെക്കുറിച്ച് വളരെ കോഷ്യസ് ആണ്. അതായത് കുട്ടികൾ ഒരു സമയം ഭക്ഷണം കഴിക്കുന്നത് കണ്ടില്ലെങ്കിൽ അവർ പോയി അന്വേഷിക്കുന്നു, ബിക്കോസ് അങ്ങനെ ഒരു ട്രെൻഡ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഗോൺ. ആ പ്രശ്നം അങ്ങനെ കംപ്ലീറ്റ്ലി മാറിയിട്ടൊന്നുമില്ല, പക്ഷേ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കണേ. പിന്നെ ആൾക്കാരുടെ കാര്യം എന്താണെന്നറിയോ, ആ 4 പേരുണ്ടല്ലോ, 4 പേർ, ദേ വിൽ ടോക്ക് ഈവൻ ഇഫ് യു ഡു സംതിങ്, ഈവൻ ഇഫ് യു ഡോണ്ട് ഡു സംതിങ്, even if you cry, even if you laugh, even if you marry, even if you divorce, എന്ത് ചെയ്താലും 4 പേർ അവർ സംസാരിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ടേബിളിലേക്ക് അവരൊന്നും കൊണ്ടുവരണില്ലല്ലോ. അതില്ലാത്തടത്തോളം അവരെന്തോ പറയട്ടെ എന്ന് വിചാരിക്കാൻ നമ്മൾ പഠിക്കുക എന്നുള്ള നമ്മൾ ചെയ്യണ്ടേ. പക്ഷെ അത് അത്ര ഈ പറയുന്ന പോലെ ഈസി ഒന്നല്ല. അപ്പം എല്ലാവർക്കും ഇത് അറിയാവുന്നവർ തന്നെയാണ്, നമുക്ക് എല്ലാവർക്കും ഇതറിയാം. ഇത് ഈ 4 പേര് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നാട്ടുകാരെല്ലാം നമുക്ക് ചിലവിന് തരുന്നേ, നമ്മൾ പണിയെടുത്താൽ നമുക്ക് ജീവിക്കാം എന്നുള്ളതേ ഉള്ളൂ എന്നൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാൽ പോലും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. നമ്മളെപ്പോഴും പിന്നെ സമൂഹം എന്ന് പറയുമ്പോഴേ അവർ പറയുന്നതിൽ നമ്മൾ കേൾക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് എനിക്ക് തോന്നലുണ്ട്. കാരണം നമ്മളെ ജീവിതത്തിൽ സമൂഹത്തിനുള്ള ഒരു പങ്കുമില്ല. പിന്നെ എന്തിനാ അവർ എന്താ പറയുന്നത്, എന്താ കമൻറ്റ് ചെയ്യണേ, എന്താ പോസിറ്റീവായിട്ട് പറയണേ, എന്താ നെഗറ്റീവായിട്ട് പറയണേ. ഈ ഒരു എവിടെയെങ്കിലും പോകാനായിട്ടൊക്കെ റെഡി ആയിട്ട് കണ്ണാടിയുടെ മുന്നിൽ അല്ലെങ്കിൽ വെറുതെ റാൻഡംലി ഒരു മിററിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത്, ബോയ് ഓർ ഗേൾ വാട്ടെവർ, സ്വന്തം ബോഡി കണ്ടിട്ട് ഈ പറയുന്ന സോ കോൾ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് തനിക്കില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുന്ന കുട്ടികളുണ്ടാവും, മുതിർന്നവരുണ്ടാവും. അങ്ങനെ ഒരു പേഴ്സണിനെ നേരിട്ട് കാണുകയാണെങ്കിൽ എന്തായിരിക്കും പറയാ? I would say it's okay. Like, you're enough എന്ന് പറയും. നമുക്ക് വേണ്ട ചേഞ്ചസ് വരുത്താൻ നമുക്ക് പറ്റും, ഇഫ് യു വാണ്ട്. ഇഫ് യു വാണ്ട്, ഞാൻ പറയണേ ഇപ്പോൾ ഒരു രോഗമാണെങ്കിൽ കൂടി ഇപ്പോൾ ട്രീറ്റ് ചെയ്യാനുള്ള വഴികളുണ്ട്. ലൈക്ക് ഞാൻ പറയണേ ഇപ്പോൾ ഒരു ഹോർമോൺ പ്രശ്നം കൊണ്ടാണ്, അല്ലെങ്കിൽ വേറൊരു ഡിസീസ്, അവർക്ക് ഒരു അണ്ടർലൈങ് ഒരു പ്രശ്നമുണ്ട്. കുട്ടികളോട് ഞാൻ എല്ലാ സമയത്തും പറയും എവ്രിതിങ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന്. ഇപ്പം എനിക്ക് മോനുണ്ട്, അപ്പം മോനെടുക്ക് എന്നോട് വന്നിട്ട് പറയും മൈ ഫേസ് ഇസ് വെരി റൗണ്ട് അമ്മ, ഐ കാൺ സീ മൈ ജോ ലൈൻ. ജോ ലൈൻ ഇസ് ടോപ്പിക് നൗ. അപ്പോൾ ഐ വുഡ് സേ ആരാ പറഞ്ഞത് ജോ ലൈൻ ഉണ്ടായെങ്കിൽ മാത്രമേ ഭംഗിയുള്ളൂ, ആരാ പറഞ്ഞത് ജോ ലൈൻ ഇല്ലെങ്കിലും നല്ല ഭംഗിയല്ലേ കാണാൻ, അങ്ങനെയാണെങ്കിലും നല്ല ഭംഗിയല്ലേ, എങ്ങനെയാണെങ്കിലും ഞാൻ പറയും എന്താണെങ്കിലും ഭംഗിയാണ്. ഞാൻ പറഞ്ഞ കുട്ടികളൊക്കെ അത് അങ്ങനത്തെ തോട്ട്സ് ഒക്കെ അവർ എഫക്റ്റ് ചെയ്യുന്നുണ്ട് പറയാം. പക്ഷേ നമ്മൾ അവരോട് ഇനഫാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം തോന്നുന്നു. അതാണ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ഈ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഇപ്പം റീസെൻ്റ്ലി കുറേ എന്താ പറയുക പബ്ലിക് റിയാക്ഷൻ എടുക്കാൻ പോകുന്ന വ്ളോഗേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ മെയിൻലി തമിഴ് വീഡിയോസാണ് ഞാൻ കൂടുതൽ കാണാറ്. അവരുടെ അടുത്ത് ചോദിക്കും, തമിഴ് ബോയ്സിനോട് ചോദിക്കും മലയാളി പൊണ്ണു വേണോ തമിഴ് പൊണ്ണു വേണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക്
എടുത്തടിക്ക് മലയാളി പെണ്ണ്. അപ്പോൾ ഇത് അങ്ങനെ കുറേ കണ്ടിട്ടുണ്ട്. ആൻഡ് ഇത് റിലേറ്റഡ് ആയിട്ട് ഞാൻ വേറൊരു വീഡിയോയും കണ്ടു. നമ്മുടെ തമിഴ് ഇൻഡസ്ട്രിയിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് ഇപ്പോൾ ഒരു തമിഴ് ആക്ടേഴ്സിന് അത്ര സ്പേസ് ഇല്ല, മലയാളികളോ ആക്ട്രസിനെ നോക്കുകയാണെങ്കിൽ അവർക്ക് ഇപ്പോൾ ഒരു ഭയങ്കര പണ്ട് മുതലേ കാണിക്കുന്ന ഓവർ ഫെയർ ആയിട്ട് ഭയങ്കര പോഷ് ലുക്കായിട്ട് നമ്മൾ തമിഴ്നാട്ടിൽ യൂഷ്വലി പോകുമ്പോൾ നമ്മൾ റോഡിൽ ഇറങ്ങുമ്പോൾ കാണാത്ത മോഡൽസിനെ പോലത്തെയുള്ള ആളുകൾ. ആൻഡ് അവർക്ക് നല്ല ക്യാരക്ടർ റോൾസ് ചെയ്യണമെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് മലയാളി ആക്ട്രസിനെ കൊണ്ടുപോകുന്നു. ഇപ്പം നമ്മുടെ അപർണ ബാലമുരളി ആണെങ്കിലും രജിഷ വിജയനായാലും അങ്ങനെ ഇവിടുന്ന് ആക്ടേഴ്സ് പോയിട്ടാണ് ഇവിടെ നല്ല ക്യാരക്ടർ റോൾസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്തുകൊണ്ട് തമിഴ് ആക്ട്രസിനെ യൂസ് ചെയ്യുന്നില്ല നല്ല ഇമ്പാക്റ്റ് ഉള്ള റോൾസിൽ എന്ന് തോന്നിയിട്ടുണ്ടോ? അതായത് ഇതിൽ 1-2 പെർസ്പെക്റ്റീവ്സ് ഉണ്ട്. ഒന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ പിള്ളേർ പറയുന്നു എന്ന് പറഞ്ഞില്ലേ മലയാളി പെണ്ണ്, അതിൻ്റെ ഒരു റീസൺ തമിഴ് സിനിമകളിൽ മലയാളി സ്ത്രീകളെ പ്ലേസ് ചെയ്തിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. കുറെ സിനിമകളിൽ അങ്ങനെ ഉണ്ടല്ലോ, നമ്മുടെ ജെസ്സി അടക്കം അങ്ങനെ, അതായത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മലയാളി പെണ്ണുങ്ങളെ പ്ലേസ് ചെയ്തിട്ടുണ്ട് തമിഴ്. ആൻഡ് സിനിമ ഇൻഫ്ലുവൻസ് പീപ്പിൾ സോ മച്ച് എന്നുള്ളതാണ്. പിന്നെ വേറെ ഇപ്പം ഒരു ക്രിയേറ്ററിൻ്റെ സൈഡിൽ നിന്ന് പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ക്രിയേറ്റേഴ്സ് നമ്മളെ ക്യാരക്ടറിന് ആപ്റ്റായിട്ടുള്ള ഒരാളെ ചൂസ് ചെയ്യാന്ന് പറയുന്നത് ചിലപ്പോൾ അവരുടെ മുന്നത്തെ ഒരു പെർഫോമൻസ് കണ്ടിട്ടായിരിക്കും. അപ്പം അവരൊരുപാട് ഇപ്പം എല്ലാവരും ഒരുപാട് മലയാള സിനിമകൾ കാണുന്നുണ്ടല്ലോ. നമ്മുടെ സിനിമകളിൽ എപ്പോഴും പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമകൾ വരുന്നു, കണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമകൾ വരുന്നു എന്നുള്ളത് കൊണ്ട് ചില ആക്ടേഴ്സിനെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയിട്ട് ഇവരുടെ കൂടെ വർക്ക് ചെയ്യണം, ഇവരെ നമ്മുടെ അടുത്ത വർക്കിൽ കൊളാബറേറ്റ് ചെയ്യണം എന്ന് തോന്നുന്നത് വളരെ സ്വാഭാവികമാണ്. ലൈക്ക് നമ്മുടെ കണ്ടന്റ്സും ഒക്കെ അങ്ങനെയാണ് എന്നുള്ളതാണ്. പക്ഷേ ആസ് ആൻ ഇൻഡസ്ട്രി നോക്കുമ്പോഴേ, അപ്പം അവിടെ സിനിമയിൽ അഭിനയിക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്കിതൊരു വിലങ്ങ് തടിയായിട്ട് ചിലപ്പോൾ തോന്നും. ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് പറയുമല്ലോ, മലയാളത്തിൽ സ്ത്രീ കഥാപാത്രങ്ങൾ കുറേ എഴുതുന്നില്ല എന്ന് നമ്മൾ പറയല്ലോ. അപ്പോൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ഒരു ക്രിയേറ്ററിൻ്റെ പോയിന്റ് ഓഫ് വ്യൂന്ന് അയാൾക്ക് എഴുതേണ്ട കഥ അയാൾ എഴുതണ്ടേ. പക്ഷെ ഞാൻ ചില സമയത്ത് വിചാരിക്കാണ്ട് ഡെലിബറേറ്റ്ലി കുറച്ച് സ്ത്രീ കഥാപാത്രങ്ങളെ ഇൻക്ലൂഡ് ചെയ്യണം, സോ ദാറ്റ് വിമൻ ആക്ടേഴ്സ് ക്യാൻ ഓൾസോ സർവൈവ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. നമ്മൾ സിനിമ എന്ന് പറഞ്ഞിട്ടൊരു പാഷന് വേണ്ടി വന്ന് നിൽക്കുമ്പോൾ നമുക്ക് വർക്ക് ഉണ്ടെങ്കിൽ സർവൈവ് ചെയ്യാൻ പറ്റും. അപ്പം അതിന് വേണ്ടി നിങ്ങൾ കുറച്ച് മെനക്കെട്ടിട്ട്, അപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കോൺവെർസേഷൻ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞു സ്ത്രീകൾ എഴുതി തുടങ്ങണം. എത്രത്തോളമാണ് നമ്മൾ ആണുങ്ങളെ ലൈക്ക് അവരുടെ ഒരു വേൾഡ് അതാണെങ്കിൽ നമുക്ക് സ്ത്രീകളുടെ വേൾഡിനെ കുറിച്ച് സ്ത്രീകൾ എഴുതണം എന്ന്. ഇപ്പോൾ ലോകയൊക്കെ വന്നപ്പോൾ നമുക്ക് തോന്നുന്നില്ലേ, ഒരു വുമൻ്റെ പെർസ്പെക്റ്റീവ് ഒരു വുമൻ എഴുതിയപ്പോൾ എന്ത് ബ്യൂട്ടിഫുൾ ആയി, എന്ത് രസമായിട്ടാണ് വന്നിരിക്കണം. അപ്പം അതേപോലെ തമിഴിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞ് നിൽക്കണ ആൾക്കാർക്ക് തോന്നും, എന്തിനാണ് ഇവിടെ ഞങ്ങളെപ്പോലെ ഉള്ള ആക്ട്രസ്സുമാർ അഭിനയിക്കാൻ വില്ലിങ് ആയിട്ട് ടാലൻ്റുള്ള ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ പിന്നെ എന്തിനാണ് മലയാളത്തിൽ നിന്ന് ഒരാളെ കൊണ്ടുവരുന്നത്. പിന്നെ ഇതെനിക്ക് വേറൊരു റീസൺ തോന്നിയിരിക്കുന്നത്, നമുക്ക് തമിഴ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് ലാംഗ്വേജ് പോലെയാണ്. നമുക്ക് പറയാൻ അറിയില്ലെങ്കിൽ കേട്ടാൽ മനസ്സിലാവും. നമുക്കൊരു ഡയലോഗ് എഴുതി തന്നാൽ നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ഇപ്പോൾ രജിഷ ആണെങ്കിലും അപർണ ആണെങ്കിലും നിമിഷ ആണെങ്കിലും ഒക്കെ വളരെ ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ ലാംഗ്വേജ് സ്കിൽസ് ഒക്കെ ഭയങ്കര നല്ല. അപ്പം നമുക്ക് കാണുമ്പോൾ ഒരിക്കലും ഇതൊരു തമിഴ് പെണ്ണല്ലെന്ന് നമുക്ക് തോന്നില്ല. അപ്പോൾ ദർ ഇസ് നത്തിങ് റോങ്. അറ്റ് ദ സെയിം ടൈം ഒരു ഇൻഡസ്ട്രി എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വേണം താനും, അല്ലേ? അവിടുത്തെ ആൾക്കാർക്കും അവസരങ്ങൾ വേണമല്ലോ. അപ്പോൾ അങ്ങനെ എനിക്ക് അങ്ങനെയാ തോന്നിയത് അത് കേട്ടപ്പോൾ. അതുപോലെ ഈ നമ്മൾ ആക്ട്രസിനെ നോക്കുകയാണെങ്കിൽ അവിടെ ഇപ്പം നായകന്മാർ കുറച്ച് ടഫ് ലുക്ക് ഉള്ളവരുണ്ട്. നമ്മുടെ നാച്ചുറൽ ഒരു സ്കിൻ ടോൺ, ഇവിടെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന സ്കിൻ ടോണ് നമ്മുടെ ഒരു ബ്രൗൺ സ്കിൻ ടോണാണ് നമ്മൾ കൂടുതൽ കണ്ടുവരുന്നത്. നടന്മാർക്ക് അത് കാണും. നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഇൻഡസ്ട്രിയിലല്ല ഞാൻ പറഞ്ഞത്, തമിഴിലാണ് അത് കൂടുതൽ കണ്ടിട്ടുള്ളത്. ബട്ട് നടി എപ്പോഴും ആ പറയുന്ന പോലെ മിൽക്ക് ബ്യൂട്ടി ആയിട്ടാണ് നമ്മൾ എപ്പോഴും പോർട്രേ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അത് എൻ്റെ അടുത്ത് ആക്ച്വലി ഞാൻ ഒരു തമിഴ് മൂവിയിൽ വർക്ക് ചെയ്ത സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നിരഞ്ജൻ എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ട്, നിരഞ്ജനോട് ഇത് പറഞ്ഞിട്ടുണ്ട്. ദറ്റ് നിമിഷ ആ സമയത്ത് അപ്പം ജിഗർദണ്ഡ അങ്ങനെ ഒരു മൂവി റിലീസായ സമയമായിരുന്നു. അത് ഹ്യൂജ് ഹിറ്റായല്ലോ അവിടെ. അപ്പോൾ അതിൽ ഈ പറഞ്ഞതുപോലെ ഒരു ബ്രൗൺ സ്കിന്ന് ഒക്കെയുള്ള ഒരു ആക്ടർ വന്നത് ഭയങ്കര ചേഞ്ച് ഉണ്ടാക്കി എന്ന് എൻ്റെ അടുത്ത് നിരഞ്ജൻ ഇങ്ങനെ പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ പൊതുവെ എന്താ ഇങ്ങനെ ഇറ്റ് ഈസ് ഓൾവേസ് അബൌട്ട് ദറ്റ് സെവപ്പായിരിക്കണം എന്നുള്ളതാണ് എപ്പോഴും ഒരു ഹീറോയിൻ കോൺസെപ്റ്റ്. ജോലി ചെയ്യുന്നവരാണെങ്കിലും അങ്ങനെ ഇരിക്കുന്ന. പക്ഷേ ഇത് കുറെ ചേഞ്ചസ് വരുത്തി എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നാം പതുക്കെ ചേഞ്ച് ആവുമായിരിക്കും.
ആവണം എന്നാണ് കേട്ടോ ഞാൻ പറയണേ. കാരണം എന്താണെന്നറിയോ, അതിനൊരു ഭയങ്കര ബ്യൂട്ടി ഇല്ലേ ആ ഒരു സ്കിൻ ടോണിനും. അവിടെ നമ്മൾ കാണുന്ന, ഇപ്പം ഞാൻ ചെന്നൈയിൽ പഠിച്ച സമയത്ത് നമ്മുടെ തൊട്ട് ഓപ്പോസിറ്റ് ഇതുപോലെ ഒരു സ്ലം പോലത്തെ ഒരു ഏരിയ ഉണ്ടായിരുന്നു. ആ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് മാത്രമേ അങ്ങനത്തെ ഒരു ബോഡി സ്ട്രക്ചറും അവരുടെ സ്ലാങ്ങും അവരുടെ വർത്തമാനത്തിൻ്റെ ത്രോയും അവരുടെ എല്ലാം ഡിഫറെൻ്റ് ആണ്. മൊത്തത്തിൽ അവരെ കൾച്ചറും അവരെപ്പോഴും ഇങ്ങനെ നല്ല വലിയ പാദസരമൊക്കെ ഇടും, നിറയെ മിഞ്ചിയൊക്കെ ഇടും, മുഖമൊക്കെ എപ്പോഴും മഞ്ഞ കളറായിരിക്കും, നല്ല താലിയൊക്കെ ഉണ്ടാവും, മുടി എപ്പോഴും ഇങ്ങനെ പിടിച്ച് കെട്ടിണ്ടാവും, അല്ലെങ്കിൽ മെടഞ്ഞിട്ടിട്ടുണ്ടാവും. അങ്ങനെ പൂവ് എപ്പോഴും വെക്കും. പിന്നെ പൊതുവെ കുറച്ചൊരു വൈഡർ ഹിപ്പൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞ ഓരോ നാട്ടിലും അവരുടെ റെപ്രസെന്റേഷൻ വരണമല്ലോ. അതെ, ശരിക്കും എനിക്കൊന്ന് പക്കാ ഒരു തമിഴ് വുമനെ നമ്മള് അങ്ങനെ നായികയായിട്ട് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ വരണം, മേ ബി ഉണ്ടായിരിക്കാം. ഞാൻ കൂടുതൽ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല അല്ലേ. അതൊക്കെ സെറ്റ് ആവും. പിന്നെ പറയാനുള്ളതാണെങ്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ച സമയത്ത്, അത് റൈറ്റ് ആയിട്ടുള്ള രീതിയല്ല കേരള സ്റ്റോറിക്കൊക്കെ വന്ന സമയത്ത്. ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് അവാർഡ് വന്നപ്പോഴത്തേക്ക് എങ്ങനെയാണ് അഭിപ്രായം? സ്റ്റേറ്റ് അവാർഡ് വന്നപ്പോൾ എനിക്ക് അങ്ങനെ അതൊരു എന്താ പറയുക, കോംപ്രമൈസ്ഡ് ആയ പോലെ ഒന്നും തോന്നിയില്ല. അതായത് കോംപ്രമൈസ്ഡ് അവാർഡാണ്, ഇങ്ങനെയാണെങ്കിൽ കൊടുത്തേക്കാം, ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ എനിക്ക് പേഴ്സണലി തോന്നിയില്ല കേട്ടോ. പിന്നെ പക്ഷേ നാഷണൽ അവാർഡിൻ്റെ കാര്യത്തിൽ ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ദെയർ അജണ്ട. അത് മാത്രമല്ല, അത് പ്രോബ്ലമാറ്റിക് ആണെന്ന് നമ്മളെല്ലാവരും കോൾ ഔട്ട് ചെയ്തതാണ് മലയാളത്തിൽ. അത് മാത്രമല്ല, അതൊരു വളരെ മോശം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ എസ്തറ്റിക്കലി ഒക്കെ മോശമായിട്ടുള്ളൊരു ക്രാഫ്റ്റും കൂടിയായിരുന്നു. അപ്പം അതിന് കിട്ടുന്ന അപ്രിസിയേഷൻ എനിക്ക് ഭയങ്കര അത്ഭുതം ഉണ്ടാക്കി. നമ്മളൊരു നാട്ടിൻ്റെ ഒരു കാര്യം പറയുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ നമ്മൾ കാണുമ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ വേണ്ടേ, നമ്മുടെ കഥയാണല്ലോ അവർ പറയണേ. അപ്പോൾ അതില്ല. ക്യാമറയ്ക്ക് ഭയങ്കര മോശമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയത്. നമ്മുടെ ഒരു എന്താ പറയുക, ഒരു സിനിമയുടെ പോലും ക്വാളിറ്റി ഇല്ലാത്ത പോലത്തെ സാധനമാണ് എനിക്ക് തോന്നിയത്. അപ്പം ഐ ഫീൽ വെരി ബാഡ് വെൻ ആർട്ട് ഇസ് യൂസ്ഡ് ഫോർ അജണ്ട. പൊളിറ്റിക്കൽ അജണ്ടയ്ക്ക് വേണ്ടി, റിലീജിയസ് അജണ്ടയ്ക്ക് വേണ്ടിയിട്ട് കലേനെ യൂസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര വിഷമമാണ്. ഭയങ്കര എനിക്ക് സങ്കടം വരും അത് ആലോചിക്കുമ്പോൾ. ഞാൻ വിചാരിക്കുന്ന ആർട്ട് സപ്പോസ് ടു ഹീൽ പീപ്പിൾ. നമ്മൾ ഇപ്പം ആർട്ടിസ്റ്റുകൾ പറയും അവർ ദേ ഗോ ടു ഹെവൻ ആൻഡ് ഹെൽ ടു ഹീൽ പീപ്പിൾ. രണ്ടിൽ കൂടെയും അവർ പോവും. അപ്പോൾ അവരുണ്ടാക്കുന്ന ആ ഒരു സാധനം ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ ആൾക്കാർക്ക് ലൈഫിൽ നമ്മൾക്ക് വെറുതെ തോന്നുക നമുക്കൊരു സിനിമയിൽ നിന്നൊന്നും കിട്ടുന്നില്ല. ഒരു നല്ല സിനിമ കണ്ടാൽ നമ്മൾ ഹീലാവും. ഒരു നല്ല ആർട്ട് മ്യൂസിയത്തിൽ പോയി വരുമ്പോൾ വി ഫീൽ ഗുഡ് അല്ലേ. അത് ആർട്ടിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞ മ്യൂസിക് ആണെങ്കിലും ഡാൻസ് ആണെങ്കിലും എന്ത് ആർട്ട് ഫോം ആണെങ്കിലും. ഇപ്പോൾ സ്പോർട്സിനും അങ്ങനത്തെ ഒരു ഇതുണ്ട്. ലൈക്ക് ഇഫ് യു വോണ്ട് ചേഞ്ച് സംതിങ് ഗോ ഡു എ സ്പോർട്ട് എന്ന് പറയും. അതേപോലെ അപ്പം അങ്ങനെയുള്ളൊരു കലേനെ ഇങ്ങനെ എടുക്കുന്നത്, അതേപോലെ ഇത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു അവാർഡ് ഇത്രയും കോംപ്രമൈസ്ഡ് ആക്കുന്നത്, അതിലൊക്കെ എനിക്ക് ഭയങ്കര പ്രതിഷേധം തോന്നി അന്ന്. ഞാൻ പറയണേ ടു ആൻ എക്സ്റ്റെൻറ്റ് നമുക്കിതിപ്പോൾ ഒരു 3 വർഷമൊക്കെ ആയിട്ട് നമുക്കിത് ഇറ്റ്സ് വെരി എവിഡൻറ്റ് ദാറ്റ് ഇറ്റ്സ് കോംപ്രമൈസ്ഡ്. അപ്പോൾ അത് ഇത്രയും മോശം ഒരു സാധനത്തിന് കൊടുക്കുക, ഇത്രയും റോങ് ആയിട്ടുള്ളൊരു മെസ്സേജ് പാസ് ചെയ്യുന്ന ഒരു സാധനത്തിന് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര മോശമായിട്ട് തോന്നി. പക്ഷെ സ്റ്റേറ്റ് അവാർഡിൻ്റെ കാര്യത്തിൽ എനിക്ക് നമ്മുടെ ദേവനന്ദ ഇട്ടിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക്. അതെനിക്ക് പേഴ്സണലി തോന്നിയതേ മുന്നേ ഉള്ള വർഷങ്ങളിൽ അല്ലെങ്കിൽ മുന്നേക്കെ ഉള്ള സമയത്ത് എനിക്ക് തോന്നുന്നു കുട്ടികളുടെ സിനിമ എന്ന് പറഞ്ഞ കുറച്ച് സിനിമകൾ വരുമായിരുന്നു. മേ ബി അങ്ങനത്തെ ഒരു പോസിബിലിറ്റീസ് ഞാനിപ്പം 1-2 സിനിമകൾ ഇങ്ങനെ ആൾക്കാർ മെൻഷൻ ചെയ്യുന്നത് കേട്ടു. പക്ഷെ അതിലൊന്നും ചിലപ്പോൾ അവർക്ക് വേണ്ട പോലെ, അതായത് ഒരു അവാർഡ് കൊടുക്കണം എന്ന് തോന്നുന്ന പോലുള്ളൊരു സാധനം എനിക്കും പേഴ്സണലി ഫീൽ ചെയ്തില്ല. അതായത് ഞാൻ പറഞ്ഞത് ഒരു ഭയങ്കര എഫേർട്ട് എടുത്തു. ഒരു കുട്ടികളുടെ ചിത്രം എന്നുള്ള നിലയിൽ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തതിൽ ഒരു കുട്ടി ഭയങ്കര നന്നായിട്ട് പെർഫോം ചെയ്തു. നമ്മൾ വെറുതെ ഒരു അവാർഡ് കൊടുക്കുന്നതിനെക്കാട്ടിലും എപ്പോഴും അതിനൊരു വാല്യൂ ഉണ്ടല്ലോ. അപ്പോൾ ആ വാല്യൂവിന് പറ്റുന്ന പോലെ കൊടുക്കാമെന്ന് വിചാരിച്ചതായിരിക്കാം. ആൻഡ് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഇപ്പം കുട്ടികൾക്ക് അത് ചിലപ്പം അല്ല, ഇപ്പം ഞാൻ പറഞ്ഞ അയ്യോ കുട്ടികൾക്കൊന്നും കൊടുത്തില്ല അങ്ങനത്തെ വിഷമമൊക്കെ ആൾക്കാർക്ക് ഉണ്ടാവാം. ബട്ട് ഐ വുഡ് സേ ദറ്റ് ബി മോട്ടിവേറ്റഡ് ടു മേക്ക് മൂവീസ് വെയർ കുട്ടികൾക്ക് കുറച്ചും കൂടെ പെർഫോം ചെയ്യാൻ പറ്റണേ, അല്ലെങ്കിൽ കുട്ടികളുടെ സിനിമ കുട്ടികളുടെ മാനസിക തലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സിനിമയൊക്കെ വന്നാൽ അത് നല്ലതല്ലേ. അങ്ങനെ നമുക്ക് എല്ലാ സമയവും നമ്മളിങ്ങനെ വെറുതെ കുട്ടികൾക്ക് അവാർഡ് ഒരു കാറ്റഗറി ഉണ്ട്, അതുകൊണ്ട് നമുക്ക് കണ്ട് കൊടുത്തേക്കാം എന്ന് വിചാരിക്കും. എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. ഇല്ല.
അപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ശരിക്കും 1 hour എബോവ് ആയി, പക്ഷെ എനിക്ക് ടൈം പോയത് മനസ്സിലായില്ല. അപ്പോൾ എന്തായാലും ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് എനിക്കൊരു നല്ലൊരു ഹഗ് തരണം എന്നുണ്ട്. ബിക്കോസ് എനിക്ക് ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഇമാജിൻ ചെയ്യുന്ന കൂട്ടത്തില്ല ഒരാളൊരു സ്റ്റോറി പറയുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ആ ഓരോ സീൻ ബൈ സീൻ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ എനിവേ നമ്മുടെ കൂടെ ഇത്രയും നേരം സംസാരിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. Oxygen, the smartphone expert.